എവിടേക്ക് പോണേ? തൃശ്ശൂർ പോവാ? അതെ, ദുബായിന് തൃശ്ശൂർ വരെ ഒന്ന് പോയാലോ? ജനുവരി മാസമായാൽ ഞങ്ങൾ തൃശ്ശൂർക്കാർക്കൊരു ഉൾവിളി വരും കേട്ടോ. കാരണം നാട്ടിൽ മൊത്തം പെരുന്നാളുകളും പൂരങ്ങളൊക്കെ ആയിട്ട് ആഘോഷങ്ങളുടെ ഒരു മാസമാണ് ജനുവരി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നാട്ടിലൊന്ന് പോയിട്ട് വരാമെന്ന്. ഒരു 10 ദിവസമുണ്ട്, പെരുന്നാളുകളും ഉണ്ട്, കല്യാണമുണ്ട്, അങ്ങനെ ഒത്തിരി ആഘോഷങ്ങളൊക്കെ കൂടാനായിട്ടുള്ളൊരു പോക്കാണിത്. ഫ്ലൈറ്റ് കയറുന്നതിന് ഒരു 15-20 മിനിറ്റ് മുൻപാണ് ഞങ്ങൾ കറക്റ്റ് ഗേറ്റിൻ്റെ അവിടെ എത്തിയത് കേട്ടോ. അത് കാരണം അധിക നേരം ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊന്നും കറങ്ങി നടക്കാൻ പറ്റിയില്ല. രാവിലെ 10 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു. വലിയ ഡിലേയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. എല്ലാം നല്ല സ്മൂത്തായിട്ട് ബോർഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതാ ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് കയറാനായിട്ട്. ഒരു 7:15 കൂടിയിട്ടാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. അത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ ആകെയുള്ള ടെൻഷൻ ഇവനെ എങ്ങനെ അടക്കിയിരുത്തും എന്നുള്ളതാണ്. കാരണം 4 hours നമുക്ക് കളയണമല്ലോ. പുതിയ ടോയ്സൊക്കെ വാങ്ങിച്ച് കൈപിടിക്കാറുണ്ടെങ്കിലും അവനെ 4 മണിക്കൂർ അടക്കിയിരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പങ്കപ്പാടാണ്. പിന്നെ വലിയ രീതിയിൽ വാശിയൊന്നും പിടിക്കാതെ ഒരു വിധത്തിൽ അവനെ സെറ്റാക്കി. ലാസ്റ്റ് ഒരു 1 hour അവനൊന്ന് ജസ്റ്റ് ഉറങ്ങിയായിരുന്നു. പിന്നെ അവനേക്കാൾ ബുദ്ധിമുട്ടാണ് എനിക്ക്. തീരെ ഫ്ലൈറ്റിൽ സമയം പോയില്ല. പിന്നെ കുറച്ച് നേരം എൻജോയ് ചേട്ടനെ ഇങ്ങനെ വെറുപ്പിച്ചിരുന്നു. ലാൻഡിങ് ആവാറാകുമ്പോൾ പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും കേട്ടോ. എല്ലാ ഫ്ലൈറ്റ് ജേണിയിലും ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാറില്ല. ദുബായിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് വരുന്ന ഫ്ലൈറ്റ് ജേണിയിൽ ലാൻഡിങ് ആവാറാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മനസ്സിന് വലിയൊരു ആശ്വാസമാണ്. എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച് ഫ്രീ ആയ പോലൊരു ഫീലാണ് കേട്ടോ. ഞാൻ നാട്ടിലെത്തിയ സന്തോഷത്തിൽ ആശാൻ കുറച്ച് ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്ത് തന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ സംഭവിക്കാറില്ല. ഇനി വീട്ടുകാരെ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. നാട്ടിലെത്തിയ ഓരോ മൊമെൻറ്റും ഭയങ്കര വാല്യുബിളാണ്. അതെങ്ങനെ ഏറ്റവും ബെസ്റ്റായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ചിന്തയാണ് മൊത്തം. പിന്നെ അമ്മച്ചിയും ചേച്ചിയും പിള്ളേരൊക്കെ കൂടിയിട്ടാണ് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അക്കുചേട്ടനെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ കുഞ്ഞൂസ്. അങ്ങനെ അമ്മാമ്മേൻ്റെ അടുത്ത് എത്തിയതിൻ്റെ സന്തോഷമുണ്ട് അവന്. ഇനി നമുക്ക് നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സപ്പോർട്ട് ഉണ്ടാകണേ.